നമസ്കാരം. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് പരീക്ഷയായ LSS പരീക്ഷയുടെ 2026ലെ വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ മുതൽ ഈ പരീക്ഷയുടെ പേരിൽ വലിയൊരു മാറ്റമുണ്ട്. അതുപോലെ പരീക്ഷാ തീയതി, യോഗ്യത, പഠിക്കേണ്ട കാര്യങ്ങൾ, രജിസ്ട്രേഷൻ തീയതികൾ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. പേരുമാറ്റവും പരീക്ഷാ തീയതിയും. ആദ്യത്തെ കാര്യം, 2025-26 അധ്യയന വർഷം മുതൽ LSS പരീക്ഷയുടെ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് LP പരീക്ഷ എന്നു മാറ്റിയിട്ടുണ്ട്. അതിനാൽ ഇനി മുതൽ ഈ പേരിലായിരിക്കും പരീക്ഷ അറിയപ്പെടുക. ഈ വർഷത്തെ പരീക്ഷ നടക്കുന്നത് 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ചയാണ്. 2 പേപ്പറുകളായാണ് പരീക്ഷ നടക്കുക. പേപ്പർ 1 രാവിലെ 10 മണി മുതൽ 12 മണി വരെ, പേപ്പർ 2 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ. ആർക്കൊക്കെ പരീക്ഷ എഴുതാം? യോഗ്യത എന്ത്? കേരളത്തിലെ സർക്കാർ, എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4ാം ക്ലാസ് കുട്ടികൾക്കാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. ഇതിന് പ്രധാനമായും 3 യോഗ്യതാ മാനദണ്ഡങ്ങളാണുള്ളത്. ഈ വർഷത്തെ, അതായത് 2025-26 2ാം ടേം വിലയിരുത്തലിൽ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നീ 4 വിഷയങ്ങളിലും A ഗ്രേഡ് നേടിയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം B ഗ്രേഡ് ആണെങ്കിൽ വിഷമിക്കണ്ട. ആ കുട്ടി ഉപജില്ലാ തലത്തിലോ അതിനു മുകളിലോ ഉള്ള ശാസ്ത്രോത്സവം, കലാ, കായിക, പ്രവൃത്തി പരിചയ മേളകൾ, ഗണിത, സോഷ്യൽ സയൻസ് വിദ്യാരംഗം മേളകളിൽ ഏതെങ്കിലും ഒന്നിൽ A ഗ്രേഡോ B ഗ്രേഡോ അല്ലെങ്കിൽ 1ാം സ്ഥാനമോ നേടിയിട്ടുണ്ടെങ്കിൽ അവർക്കും പരീക്ഷ എഴുതാം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, അതായത് CWSN, SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ എന്നിവർക്ക് ഇളവുകളുണ്ട്. ഇവർക്ക് ഏതെങ്കിലും 2 വിഷയങ്ങളിൽ A ഗ്രേഡും ബാക്കി 2 വിഷയങ്ങളിൽ B ഗ്രേഡും ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ യോഗ്യതയുണ്ട്. കുട്ടികൾ പരീക്ഷയ്ക്ക് പ്രത്യേക ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിലബസും ചോദ്യങ്ങളുടെ രീതിയും. ജാനുവരി 31 വരെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തീരുന്ന പാഠഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. പാഠപുസ്തകത്തിലെ അറിവിനൊപ്പം കുട്ടികളുടെ ചിന്താശേഷി, വിശകലനശേഷി എന്നിവ പരിശോധിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടാകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിലെ 40% ചോദ്യങ്ങൾ ആനുകാലിക സംഭവങ്ങളിൽ നിന്നായിരിക്കും. ബാക്കി 60% ചോദ്യങ്ങൾ 1 മുതൽ 4 വരെ ക്ലാസുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തീമുകളിൽ നിന്നായിരിക്കും. ഈ വർഷത്തേക്ക് GKയിൽ നിശ്ചയിച്ചിരിക്കുന്ന 3 പ്രധാന തീമുകൾ ഇവയാണ്: കേരളം, അടിസ്ഥാന വസ്തുതകൾ, പക്ഷികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ 3 കാര്യങ്ങൾ കുട്ടികൾ നന്നായി പഠിച്ചിരിക്കണം. പരീക്ഷയുടെ ഘടന. നേരത്തെ പറഞ്ഞതുപോലെ 2 പേപ്പറുകളാണുള്ളത്. ഓരോന്നിനും 2 മണിക്കൂർ സമയം ലഭിക്കും. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. പേപ്പർ 1 രാവിലെ 10 മണിക്ക്. ഇത് ടിക്ക് ചെയ്യാവുന്ന തരം മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. ഇതിനായി പ്രത്യേകം OMR മാതൃകയിലുള്ള ഷീറ്റ് ലഭിക്കും. ആകെ 50 ചോദ്യങ്ങൾ, 50 മാർക്ക്. 1ാം ഭാഷ അഥവാ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതമുണ്ടായിരിക്കും. പേപ്പർ 2 ഉച്ചയ്ക്ക് 1:30. ഇത് വിവരണാത്മക ചോദ്യങ്ങളാണ്. ഉത്തരമെഴുതേണ്ടവ. ആകെ 6 ചോദ്യങ്ങളെ ഉണ്ടാകൂ. ഓരോന്നിനും 5 മാർക്ക് വീതം. ആകെ 30 മാർക്കാണ് പേപ്പർ 2വിലുള്ളത്. ഇതിൽ 1ാം ഭാഷയിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ഗണിതത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ്, പരിസര പഠനം എന്നിവയിൽ നിന്ന് ഓരോ ചോദ്യവും വീതമാണ് ഉണ്ടാവുക. പേപ്പർ 2വിൽ പൊതുവിജ്ഞാനം ഉണ്ടായിരിക്കില്ല. രജിസ്ട്രേഷൻ തീയതികൾ. രക്ഷിതാക്കൾ നേരിട്ടല്ല, മറിച്ച് സ്കൂൾ ഹെഡ്മാസ്റ്റർ വഴിയാണ് കുട്ടികളുടെ പേര് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 2025 ഡിസംബർ 30. രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 2026 ജാനുവരി 15. കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത് 2026 ഫെബ്രുവരി 5 മുതൽ 7 വരെയാണ്. പരീക്ഷാ ഫലം വന്ന ശേഷം 7 ദിവസത്തിനകം ആവശ്യമെങ്കിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. ഫീസ് പേപ്പറിന് 100 രൂപ. വിജയിക്കുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സ്കൂളുകളിൽ ലഭിക്കും. സ്കോളർഷിപ്പ് തുക അടുത്ത അധ്യയന വർഷം വിതരണം ചെയ്യും. എല്ലാ 4ാം ക്ലാസ് വിദ്യാർത്ഥികളും നന്നായി പഠിച്ച് ഈ സ്കോളർഷിപ്പ് നേടാൻ ശ്രമിക്കുക. വിജയാശംസകൾ.